ഇവരെ പേര് നിയമ നടപടി. ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് കൊണ്ട് പിടിച്ചിരിക്കുന്നു. അത് ലൈസൻസ് അല്ലേ പോയുള്ളൂ. അത് പോയപ്പോൾ എനിക്കൊരു 10,000 പേരെ റീച്ച് കിട്ടിയുള്ളൂ. അങ്ങനെയല്ല, ഈ റീച്ച് ഇവിടെ അവസാനിക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കും. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം, അതായത് നിയമലംഘനം നടത്തി, നമ്മളെല്ലാവരും മനസ്സിലായി, നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചു അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്. അപ്പൊ യൂട്യൂബിനോട് പറയുക ബാൻ ചെയ്യാൻ പറയും. മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുത്തു എന്ന് കണക്കാക്കും. ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന രംഗങ്ങളിൽ നിന്നോ ജപ്തി ചെയ്തു. സഞ്ജു ടെക്കി ഇപ്പം സഞ്ജുവിനെ തൂക്കി എന്നുള്ളൊരവസ്ഥയിലോട്ടായിട്ടുണ്ട് ഗൈസ്. പുള്ളിക്കാരൻ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. ചെറ്റത്തരമാണ് കാണിച്ചത്. ചെറ്റത്തരമൊന്നും തെണ്ടിത്തരമൊന്നും അറിവില്ലായ്മൊന്നും ഏത് രീതി വേണമെങ്കിലും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അവന് അതിനുള്ള ചിമിട്ടം പണി ഇവർ കൊടുക്കുകയും ചെയ്തു. അവൻ്റെ ലൈസൻസ് ആജീവനത കാലം റദ്ദാക്കി. അതുപോലെ തന്നെ വണ്ടിയുടെ പെർമിറ്റ് കട്ട് ചെയ്തു. കൂടെ ഉള്ളവന്മാരുടെയും പരിപാടി തീർത്ത്. മറ്റേ ഇടുക്കിയിലെ മലപ്പുറത്ത് അങ്ങാണ്ട് പോയി 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയിട്ട് മറ്റേ സേവനം അതും കഴിഞ്ഞ്. നിയമലംഘനത്തിന് ഒരു മനുഷ്യന് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം അങ്ങേയറ്റം നിങ്ങൾ കൊടുത്ത് കഴിഞ്ഞ്. അപ്പം തന്നെ എല്ലാവർക്കും ഒരു പേടിയായി, ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഇപ്പം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുമാതിരിയില്ല പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കത്തില്ലേ. അവൻ്റെ ഈ കുറച്ച് പൈസ ഉണ്ട്, അവനെ അങ്ങ് അടിച്ചങ്ങ് ഇരുത്തണം. അവൻ നന്നാവാൻ പാടില്ല. ഈ യൂട്യൂബ് എന്ന് പറയുന്ന സാധനം ഇന്നും ഒന്നല്ലേ പൊട്ടിമുളച്ച് ഉണ്ടാക്കിയെടുത്തോണ്ട് വന്നതൊന്നുമല്ല. അവൻ കഷ്ടപ്പെട്ട് ഇത്രയും കാലമായിട്ട് കഷ്ടപ്പെട്ട് എന്താ പറയുക പണിത് കൊണ്ടുവന്നെയാണ് 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ. നമ്മൾ 10,000, 10,000 സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വരുമാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊരു പാടാണെന്നറിയാമോ. പക്ഷെ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. സീരിയസ്ലി ഇത്രയും നാൾ ചെയ്ത സംഭവം ശരിയാണ്, അതിനെ ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഇനി അങ്ങോട്ട് ഒരുത്തൻ്റെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലോട്ട് പോകുമെന്ന് പറയുന്നത് അത് ആൾക്കാർ എങ്ങനെ എടുക്കും, അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സീരിയസ്ലി ഒരുത്തനെ നശിപ്പിച്ച് കളയാൻ എളുപ്പമാണ്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ നിയമത്തിൻ്റെ സാധ്യതകളൊക്കെ വെച്ച് നശിപ്പിച്ച് കളയാൻ സിമ്പിളായിട്ട് പറ്റും. പക്ഷെ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ആരെയും കട്ടും പിടിച്ചൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അവൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത്, അവന് താഴെ നിലയിൽ ഇത്രയും കയറി വന്നത് എങ്ങനെയാണെന്ന് അവൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വിസിബിളാണ്, എവിഡൻ്റാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ്റെ ചാനലിൽ കിടന്ന 7 വീഡിയോസ് യൂട്യൂബിന് റിമൂവ് ചെയ്തു. ഇവർ യൂട്യൂബിന് കത്തയച്ചു, അതുപ്രകാരം 7-8 വീഡിയോസ് റിമൂവ് ചെയ്തു. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കിട്ടാവുന്നതിൻ്റെ അങ്ങേയറ്റം കിട്ടിയടേ. ഇനി വിട്ടൂടെ അവനെ. നിങ്ങൾ അവൻ്റെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ 24/7 കാറിനകത്തിരുന്നാണ് വ്ളോഗ് ചെയ്യുന്നത്. ഇനി അവൻ അത് ചെയ്യാൻ പറ്റുമോ? അവൻ ഇനി വണ്ടി ഓടിക്കണമെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കണം, അല്ലെങ്കിൽ ആ പൈസ കൊടുത്ത് ആളെ നിർത്തണം. അവിടെ തന്നെ അവൻ തീർന്ന്. ഇനി 2-3 വണ്ടിയൊക്കെ അവനുണ്ട്. അവനിനി സൈക്ലിംഗ് ചവിട്ടി കിടന്ന് വ്ളോഗ് ചെയ്തിട്ട് അതേ പറ്റത്തുള്ളൂ അവന്. അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടല്ലോ, ലൈസൻസ് ഒന്നും വേണ്ടാത്ത, അതും ചവിട്ടി വല്ലതും വ്ളോഗ് ചെയ്യാൻ പോകാനേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഒരുത്തനെ നശിപ്പിച്ച് അവനെ കുത്തുവാളെ എടുപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു കോൺസിക്വൻസ് എല്ലാവർക്കും മനസ്സിലായി. എനിക്കൊന്ന് പ്രത്യേകിച്ച് അവനൊരു യൂട്യൂബർ ആയതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. യൂട്യൂബർമാരെ എനിക്കൊന്ന് പൊതുവെ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല, പ്രത്യേകിച്ച് ഈ നിയമം പരിപാലിക്കും എന്നും പറഞ്ഞ് നടക്കുന്ന ടീംസിന്. യൂട്യൂബർ എന്ന് പറയുന്ന ഒരു ജോബായിട്ട് പോലും ആരും കൺസിഡർ ചെയ്തിട്ടില്ല. ആരും അവൻ്റെ സ്വന്തം വീട്ടിൽ പോയി യൂട്യൂബർ ആക്കിയൊന്നുമല്ല. അവൻ്റെ ലൈഫ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു യൂട്യൂബറായി വന്നവരാണ്. അതിനകത്ത് ജയിച്ചു പോയവരുണ്ട്, തോറ്റുപോയവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരു വീട് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും യൂട്യൂബ് അക്കൗണ്ട് കാണും. അത് എത്ര പേര് സക്സസ്ഫുൾ ആവുന്നു. ഞാൻ സക്സസ്ഫുൾ ആവുമെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല. ഞാൻ എൻ്റെ ഈ ചാനലിനകത്ത് പ്രോപ്പറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 ഇയർ ആയി. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ബേസിസിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 1 ഇയർ ആയി. ഈ 1 ഇയർ എനിക്ക് കിട്ടിയ വളരെ തുച്ഛമായ പൈസയാണ്. പെർ മന്ത് 10,000 രൂപ വല്ല ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും തോന്നി കിട്ടും. കാരണം നിങ്ങൾക്ക് ആലോചിക്കാം ആ ലാസ്റ്റ് 1 ഇയർ എത്രമാത്രം സ്ട്രഗിളിങ് അതിൻ്റെ അകത്തുണ്ടെന്ന്. അങ്ങനെ 1 ഇയർ കഴിഞ്ഞ് ഏതോ ഒരു സമയത്ത് ആരുടെയോ ഭാഗ്യം കൊണ്ട് കുറച്ച് വ്യൂവർഷിപ്പ് എൻ്റെ ചാനലിന് കിട്ടി. സോ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ആസ് എ യൂട്യൂബർ എന്നുള്ള നിലയിൽ ഓക്കെ ഞാനൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണ് എന്ന് പറയാനുള്ളൊരു ധൈര്യം എനിക്കെങ്കിലും ഉണ്ടായത്. വീട്ടുകാർ തന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. നേരത്തെ വീട്ടുകാർ തന്നെ എന്താ പറയുക, വല്ല പണിക്കുമ്പോൾ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും ആ ഒരു മുഖത്തുണ്ട്, ആ ഒരു പുച്ഛഭാവം ഉണ്ട്. കാര്യം നമ്മളൊരു സക്സസ്ഫുൾ ആവുന്നത് വരെ നമ്മളെ എന്താ പറയുക അംഗീകരിക്കില്ല, ആരും അംഗീകരിക്കില്ല. ഒരു തരത്തിലും എന്താ പറയുക പുച്ഛം മാത്രമായിരിക്കും.
സീരിയസ്ലി അങ്ങനെയൊക്കെ ഒരുത്തൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ കയറി വരുന്നതെന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പരിപാടിയല്ല. സീരിയസ്ലി സിമ്പിൾ പരിപാടിയല്ല. എല്ലാത്തിനും കുറേ കഷ്ടപ്പാടുണ്ട്, അത് മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സീരിയസ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ കാണിച്ച ചെറ്റത്തരത്തിന് നിങ്ങൾ മാക്സിമം കൊടുത്ത് അവനിനി അതിൻ്റെ അപ്പുറം കൊടുക്കാനില്ല. എന്തൊക്കെയാണ് പറയുന്നത്? കള്ളപ്പണം വെളുപ്പിക്കൽ എന്തോന്നാടേ? ഈ യൂട്യൂബിനകത്ത് നമ്മുടെ അക്കൗണ്ട് എടുത്ത് ചെക്ക് ചെയ്യുന്നത് മനസ്സിലാവും കൃത്യമായിട്ട് എത്ര രൂപയാണ് അതിനകത്ത് അക്കൗണ്ടിലോട്ട് വരുന്നതെന്ന്. അതിനകത്ത് എല്ലാത്തിനും പ്രോപ്പർ കണക്കുള്ളതാണ്. അതിനകത്ത് എവിടെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ? അപ്പോൾ സാറന്മാരെ പിന്നെ ഈ മറ്റേ കള്ളപ്പണമൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഇടയ്ക്കിടയ്ക്ക് പ്രൊമോഷൻ ചെയ്യും. അതിന് നല്ല പൈസ കിട്ടുന്നു. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വിട്ടാരാട്ടാ. ചിലപ്പോൾ അതിനകത്ത് എന്തിനും തടഞ്ഞാലാ. അപ്പോൾ ശരി, എനിക്ക് ബൈ.